സുബോധ്, ഇതിപ്പോൾ വലിയ വിവാദമായതിന് പിന്നാലെ, ചർച്ചയായതിന് പിന്നാലെ പിന്നീട് എന്താണ് സംഭവിച്ചത്? ആ വീഡിയോ യൂട്യൂബിൽ നിന്ന് തന്നെ നീക്കം ചെയ്യുകയാണോ ഉണ്ടായത്? ഈ വീഡിയോ കാര്യം ഈ ഒരു ലൈവായിട്ട് തന്നെ ഒരു പ്രദർശനം ഉണ്ടെന്ന് അറിയാതെയായിരുന്നു താൻ ഇതിനെല്ലാം ഇടപെട്ടിട്ടുണ്ട്. മാത്രമല്ല ഈ പലപ്പോഴും സംസ്ഥാനങ്ങളുടെ ഉൾപ്പെടെയുള്ള ഫെഡറൽ ബജറ്റുകൾ ഒരു പലതരത്തിൽ വലിയ മൂടിവെക്കപ്പെട്ടതാണ്. ഇതൊരു പരിശോധിക്കണമെങ്കിൽ ഹിൻഡർബർഗിനെ പോലെ ഒരു അധികാരമുണ്ടെങ്കിൽ കൃത്യമായി പരിശോധിക്കുമായിരുന്നു എന്നൊരു തരത്തിലുള്ള കേവലം ഈ ഒരു പ്രധാനമന്ത്രിയുടെ ഇടപെട്ടു എന്നൊരു വെളിപ്പെടുത്തൽ മാത്രമല്ല, തൻ്റെ അവകാശവാദം താൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിലിരുന്ന് എന്തൊക്കെ കാര്യങ്ങൾ നടത്തിയിരുന്നു, പലതും തട്ടിപ്പ് തന്നെയായിരുന്നു അദ്ദേഹം നടത്തിയിരുന്നത്. ജമ്മു കാശ്മീർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളുടെ ഫണ്ട് വെട്ടിപ്പ് അടക്കമുള്ള കാര്യങ്ങളിലുള്ള ഒരു തുറന്നു പറച്ചിൽ തന്നെയായിരുന്നു. കാര്യം അതൊരു ക്ലോസ്ഡ് സെമിനാർ ആയിരുന്നു. രാജ്യത്തെ പ്രധാനപ്പെട്ട എക്കണോമിസ്റ്റുകളും അദ്ദേഹം പറഞ്ഞാൽ കേൾക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള ചില ആളുകളുടെ മാത്രമുള്ള ഒരു സെമിനാറിലായിരുന്നു അദ്ദേഹം സംസാരിച്ചത്. പക്ഷേ ഇതൊരു പുറം ലോകം അറിയുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം അറിഞ്ഞില്ല. മാത്രമല്ല ഈ വീഡിയോ കണ്ടത് ഒരു 500-ൽ താഴെ പേർ മാത്രമായിരുന്നു. അതിൻ്റെ ഒരു എണ്ണം പരിശോധിക്കുമ്പോൾ തന്നെ 500-ൽ താഴെ പേര് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഈ സേധി ഇത് റിപ്പോർട്ട് ചെയ്ത ഈ റിപ്പോർട്ടർ തന്നെ ഈ സെമിനാറിൽ നേരിട്ട് പങ്കെടുക്കുന്നുണ്ടായിരുന്നു. കാര്യം മാധ്യമപ്രവർത്തകർ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് അദ്ദേഹം ഈ തരത്തിലുള്ള ഒരു തുറന്ന് പറച്ചിൽ, പ്രധാനമന്ത്രിയുടെ ഒരു അവിഹിതമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞത്. ഈ വീഡിയോയെ ആസ്പദമാക്കിയാണ് റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് കുറച്ച് ചോദ്യങ്ങൾ ഉന്നയിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് തന്നെ അയച്ചത്. ഈ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയില്ലെന്ന് മാത്രമല്ല, യൂട്യൂബിൽ നിന്നും ഈ ഒരു കാണാനുള്ള ഒരു അക്സസ് എടുത്തു മാറ്റുക കൂടിയായിരുന്നു ചെയ്തിരുന്നത്. യെസ് സുമോദ്, BVR സുബ്രഹ്മണ്യം പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നീതി ആയോഗ് ചെയർമാൻ ഈ നിർദ്ദേശങ്ങൾക്ക് കൂട്ടുനിന്നില്ല എന്നാണ്. കൂട്ടുനിന്നിരുന്നുവെങ്കിൽ ഇന്ന് കാണുന്ന സ്ഥിതിയായിരിക്കില്ല. അതിലും അപ്പുറം കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായേനെ അല്ലേ? അതീവ ഗുരുതരമായ കാര്യം. ഇത്രയും തുക വർദ്ധിപ്പിച്ചിട്ട് പോലും സംസ്ഥാനങ്ങൾക്ക് പലർക്കും സംസ്ഥാനങ്ങളിലെ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം പോലും നൽകാനാവാത്ത തരത്തിലുള്ള വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടാണ്. ക്ഷേമ പെൻഷൻ നൽകാൻ പറ്റുന്നില്ല. കേരളം മാത്രമല്ല മറ്റു പല സംസ്ഥാനങ്ങളിലും IAS ഓഫീസർമാർക്ക് പോലും ശമ്പളം മുടങ്ങുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അതുകൊണ്ട് ഈ ക്ഷേമ പെൻഷൻ പോലും നൽകാൻ പറ്റാത്ത തരത്തിൽ വലിയ ഞെരുക്കത്തിലാണ്. ഈ തുക വർദ്ധിപ്പിച്ച് നൽകിയിട്ട് പോലും